സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 50-ാമത്തെ ദശകം, അതിൽ 4-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഉദ്ധവൻ ഭഗവതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഓർക്കുന്നതായിട്ടാണ് ഭാഗവതത്തിൽ നമ്മളിപ്പോൾ പറയുന്നത്. വൃന്ദാവന ലീലകളുടെ അവിടേക്ക് ഇങ്ങനെ വർണ്ണിക്കുന്ന അനുസ്മരിക്കുന്ന ഒരു രംഗം ആണ് ഇപ്പോൾ പറയുന്നത് തൃതീയ സ്കന്ധത്തിൽ. ആ രംഗം തന്നെയാണ് ഇവിടെ വിസ്തരിച്ച് വരുന്നത്. തമതചരണേ ബിഭ്രാമഹൻ മുകുരുച്ചകൈ കുഹജന മഹാവൃക്ഷേ ശിക്ഷേപി തക്ഷത ജീവിതം. തന്നെ വധിക്കാൻ വേണ്ടി കള്ളത്തരത്തിൽ വരണ ആ പശുവിൻ്റെ കാല് കൊണ്ട് പിടിച്ചു, കൂട്ടത്ത് ഒരൊറ്റടി. കാല് പിടിച്ചടിച്ചാൽ പിന്നെ ബാക്കി ഉണ്ടാവുമോ? ഇല്ലേ? അക്ഷകുമാരനെ വധിച്ച പോലെ ആ പശുക്കുട്ടി വത്സാസുരനെ ഭഗവാൻ വധിച്ച് ഒരു വൃക്ഷത്തിൻ്റെ താഴെ വലിച്ചെറിഞ്ഞു. നിപതതി മഹാദേത്യേ ജാത്യാദുരാത്മനി തക്ഷണം നിപതനജപക്ഷുണ്ണക്ഷോണീരുകക്ഷതകാനനെ ദിപി പരിമിളത് വൃന്ദാരകാകുസുമോത്കരൈ ശിരസി ഭവതോ ഹർഷാത് വർഷന്തി നാമ തദാഹരേ. ഹേ ഹരേ, ജാത്യാദുരാത്മനി, ദുരാത്മാവായിട്ടുള്ള ആ വത്സാസുരൻ, മഹാദൈത്യേ, അസുരൻ വധിക്കപ്പെട്ടപ്പോൾ താഴത്തേക്ക് വീഴുകയാണല്ലോ എറിഞ്ഞത്. നിപതനജപക്ഷുണ്ണക്ഷോണീരുകക്ഷതകാനനെ, വീഴ്ചയുടെ ആ ശക്തി കൊണ്ട് ഏത് ശരീരം വന്നിട്ടാണ് വീണ മരം ഒന്നാണ്ട് കുലുങ്ങുലോ. വൻമരങ്ങളെ തട്ടിത്തകർത്ത് കാടൊന്നങ്ങനെ ഇളക്കിയും കൊണ്ടാണ് അവൻ്റെ മരിച്ച ശരീരം വീണത്. നിപതതി വീണപ്പോൾ, നിപതനജപക്ഷുണ്ണക്ഷോണീരുക, ആ കുലുക്കം കൊണ്ട് ഭൂമി എങ്ങനെ കുലുങ്ങിയോ എന്നെ സംശയം. തട്ടിത്തകർത്ത് കാട് മുടിച്ച് പെട്ടെന്ന് താഴെ പതിക്കുമ്പോൾ കാനനെ തക്ഷണം നിപതതി, കാട്ടിൽ വീണപ്പോൾ ദിവി പരിമിളത് വൃന്ദാരക, ആകാശത്ത് കൂടിയ ദേവന്മാരെപ്പോഴും ഈ ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഇന്നത്തെ ഈ ഡ്രോൺ ക്യാമറയൊക്കെ അന്നും ഉണ്ട് തോന്നുന്നു. അത് വെച്ചിട്ട് ആകാശത്ത് നിന്ന് ഇവർ വീക്ഷിക്കുകയാണ് ഭഗവാന്റെ ലീലകൾ. ഡ്രോൺ ക്യാമറയൊന്നും അവർക്ക് വേണ്ട കേട്ടോ, എന്നാലും തമാശ പറഞ്ഞു എന്ന് മാത്രം. ഇല്ലേ, ഡ്രോൺ ക്യാമറ വെച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ആരെ? ദേവന്മാർ. വൃന്ദാരക, ദേവന്മാർ. ഹർഷാത്മപത ശിരസി കുസുമോത്കരൈ, പുഷ്പവൃഷ്ടി ചെയ്തു. അസുരന്മാർ വധിക്കപ്പെട്ടാൽ എപ്പോഴും സന്തോഷിക്കാം. അത് ഹിംസയല്ല. ഒരുപാട് ആൾക്കാരെ ഹിംസയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഹിംസയാണത്. അത് ഹിംസയ്ക്ക് വിപരീതമാവുന്നതാണ്. അത് ഹിംസ എന്നുള്ള വാക്കിന് നിർവചനം ആരെയും കൊല്ലാണ്ടിരിക്കുക എന്നല്ല. അനവധി ഹിംസയെ ഇല്ലാണ്ടാക്കാനുള്ള ഹിംസയും അഹിംസയാണ്. ഹർഷാത്മപത ശിരസി കുസുമോത്കരൈ, ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. തഥാ വർഷന്തി, മൂർധാവിൽ പൂമഴ പെയ്തു എന്നർത്ഥം. നിപതതി മഹാദേത്യേ ജാത്യാദുരാത്മനി, ജനനാൽ ദുരാത്മാവായിട്ടുള്ള അവനെ. നിപതനജപക്ഷുണ്ണക്ഷോണീരുകക്ഷതകാനനെ, വലിച്ചെറിഞ്ഞപ്പോഴുണ്ടാകുന്ന ആഘാതത്തിൻ്റെ കുലുക്കത്താൽ. ദിവി പരിമിള വൃന്ദാരക കുസുമോത്കരി, ദേവന്മാർ ആകാശത്തുനിന്ന് ഇതങ്ങനെ കണ്ടിട്ട് ശിരസി ഭവതോ കർഷ വർഷന്തി നാമ തദാഹരേ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ശിരസിൽ അവർ പുഷ്പവൃഷ്ടി ചെയ്തു.
അപ്പോൾ ഈ പുഷ്പങ്ങൾ കണ്ടപ്പോൾ ഗോപന്മാർക്കൊരു സംശയം, കൃഷ്ണൻ്റെ ആരെങ്കിലും പുഷ്പവൃഷ്ടി ചെയ്തതാണോ? ഈ പൂവ് ഇപ്പോൾ എവിടുന്നേ വന്ന കൃഷ്ണ? സുരഭിലതമാ മൂർധന്യോർദ്ധങ്കുത കുസുമാവലി നിപതതി തവേ തുക്കുതോ ബാലേ സകേലമുദീരയ ജഡതി ധനുജക്ഷേപണോദ്വംഗതത്തരുമണ്ഡലാ കുസുമനികര സ്വയം നൂനം സമേദിശനേരിതി. ഇതൊരു സങ്കല്പമാണ്. ഭാഗവതത്തിലത് ഈ ഒരു ആശയം പറഞ്ഞിട്ടില്ല കേട്ടോ. നാരായണ ഭട്ടതിരിയുടെ ഒരു കൽപ്പനയാണ്, അങ്ങനെ ഉണ്ടാവും. അദ്ദേഹത്തിന് ചില കൂട്ടിച്ചേർക്കലൊക്കെ ഉണ്ടാക്കുക അധികാരമുണ്ട് എന്നാണ്. ഒരു ചോദ്യോത്തരാണ്. എന്താ ചോദ്യോത്തരം? ഈ പൂവൊക്കെ എവിടുന്നേ കൃഷ്ണ വന്നത്? അവർക്കൊരു സംശയം. സുരഭില തമാമൂർധനി, ശിരസിലാണല്ലോ പൂവ് ഇട്ടത് ദേവന്മാർ. കൃഷ്ണൻ്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ചെയ്തു. ഇതിപ്പോൾ എവിടുന്നേ വന്ന്? അവർക്കൊരു സംശയം. ഊർധ്വംഗുത കുസുമാവരി നിപതതി തവേത്യുക്തോ ബാലേ സകേലം ഉദൈരയ ഇതി ബാലേ ഉക്ത. ഇപ്രകാരം കുട്ടികളുടെ ചോദ്യത്തിന് കുട്ടികൾ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കണം. എന്താ ഉത്തരം പറയണത്? ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം അവിടെ ഒരു കുട്ടിയായിട്ടാണ് ഭഗവാൻ കളിക്കുന്നത്. അപ്പോൾ താൻ ഈശ്വരനാണ് എന്ന് വന്നാൽ അവിടെ സത്യമൊക്കെ പുറത്ത് വരും. പിന്നെ അതിൻ്റെ രസമില്ല കളിക്കാൻ. പിന്നെ കൃഷ്ണനെ എല്ലാവരും നമസ്കരിക്കാനൊക്കെ തുടങ്ങുക. അപ്പോൾ ഭഗവാൻ അതല്ല വേണ്ട, കളിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ജഡതി ധനുജക്ഷേപണോദ്വംഗതത്തരുമണ്ഡലാത്. ഈ അസുരനെ ഈ വൃക്ഷത്തിൻ്റെ താഴത്തേക്ക് എറിഞ്ഞപ്പോൾ ആ വൃക്ഷം കുലുങ്ങിയിലോ. അപ്പം താഴത്തേക്ക് വീണ പൂവാണ് കുട്ടികളെ അതെന്ന് നുണ പറഞ്ഞു ഭഗവാൻ. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറയാൻ മടിച്ചിട്ട് എന്ത് ചെയ്തു? ആ വൃക്ഷം കുലുങ്ങി, അപ്പോൾ വീണ പൂവാണെന്ന്. കുസുമനികരസ്വയം നൂനം സമേദിശനേരിതി. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു എന്ന സത്യം വെളിപ്പെടുത്താതെ എന്ത് ചെയ്തു? വൃക്ഷം കുലുങ്ങിയപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് വീണ പുഷ്പമാണ് ഇത് എന്ന് പറഞ്ഞു. തൽക്കാലം ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തതിനെ പറഞ്ഞില്ല. ക്വചന ദിവസേ, ഇനി ബഗാസുര വധാണ്. ക്വചന ദിവസേ ഭൂയോ ഭൂയത്തരേ പരുഷാതപേതപനതനയാ പാദപാദുംഗദാഭവദാദയാ ചലിതഗരുദം പ്രേക്ഷാമാതുർഭഗങ്കലു വിസ്മൃതം ചിരിതരകരുച്ഛേദേ കൈലാസശൈലമിവാപരം. ആ വത്സാസുരവധാണ് അവസാനിപ്പിച്ചു 6ാമത്തെ ശ്ലോകം കൊണ്ട്. ഇനിയോ ഒരു കൊറ്റിയായിട്ട് രൂപമെടുത്തു. ഇഷ്ടംപോലെ രൂപമെടുക്കാൻ കഴിയും പറഞ്ഞുല്ലോ. ക്വചന ദിവസേ, ഒരു ദിവസം, ഭൂയസ്തരേ പരുഷാതപേ, നല്ല ചൂടുള്ള വെയിലത്ത്, വെയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ കാലത്താണ്, വേനൽക്കാലം എന്ന് വേണമെച്ചാൽ പറയാം. തപന തനയാ പാദപാദുംഗദാഭവദാദയാ, അവരൊക്കെ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഏത് കാളിന്തി നദിയാവാം, വേറെ ഏതെങ്കിലും നദിയോ ജലാശയമോ ആവാം, അതിൻ്റെ അടുത്തേക്ക് പോയി. ഭൂയത്തരേ പരുഷാതപേ, നല്ല വിഷപ്പും ദാഹവും ചൂടും ഒക്കെ ഉള്ള ദിവസങ്ങളിൽ, ആ ദിവസത്തിൽ അവരെന്ത് ചെയ്തു? തപന തനയാ പാദപാദുംഗദാഭവദാദയാ, ദാഹം തീർക്കുന്നതിനായി കാളിന്തിയിലേക്ക് ചെന്നു. തനയാപാത, തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അപ്പം തപനൻ്റെ തനയെ എത്രേ കാളിന്തി, സൂര്യപുത്രി എന്നാണ് വെപ്പ്. അങ്ങനെയാണ് കാളിന്തി എന്നുള്ള വേർഡ് കിട്ടുന്നത് നമുക്ക്. തപന തനയാപാത പാദും ഗതാ ഭവദാദയ, അല്ലെ ഭഗവാനെ അങ്ങും കുട്ടികളോടൊപ്പം വെള്ളം കുടിക്കാനായിക്കൊണ്ട് പോയതായിരുന്നു. ചിരിതരകരുച്ഛേദേ വിസ്മൃതങ്കലു, അങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു കൊറ്റിയെ കണ്ടു. ആ കൊറ്റി എങ്ങനെയായിരുന്നു? വലിയൊരു പർവ്വതം പോലെ വലിപ്പമുള്ളതായിരുന്നു. ചെറിയ കൊറ്റിയൊന്നുമില്ല. ആ കൊറ്റിയെ ഏതിനോട് ഉപമിച്ചു?
പർവ്വതത്തിനോട് ഉപമിച്ചു. എങ്ങനത്തെ പർവ്വതം? പണ്ട് ഈ പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു എന്നാണ് കഥ. അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഈ മിഥോളജികളിൽ പലതും അങ്ങനെയൊക്കെ പറയും. എല്ലാതും ഇങ്ങനെ സംഭവിച്ചിട്ടൊന്നുമല്ല. പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിട്ട് പർവ്വതങ്ങളൊക്കെ പറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അവിടെ ചിന്തിക്കണ്ട അങ്ങനെയൊന്നും. കഥകളുടെ കൂട്ടത്തിൽ അങ്ങനെ പലതും ഉണ്ടാവും. കഥയാണല്ലോ ഇതൊക്കെ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പലതും ഇങ്ങനെ പറയുമ്പോഴേ അതിന് സംഭവിക്കാൻ സാധ്യത ഇല്ലാത്തതും പറയാം എന്ന് പണ്ടേ സാങ്ഷൻ ഉണ്ട്, ഇന്നും ഉണ്ട്. അതിൽ വെച്ചോളൂ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു? ഈ ചിറകുകൾ കുറേ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പർവ്വതം എവിടെയെങ്കിലും പോയിട്ട് വീഴുക, വീടുകൾ തകരുക, വല്ലവരുടെ മേൽ വീണാൽ അവർ മരിക്കുക. അപ്പം ദേവേന്ദ്രൻ ഇതിന് ഒരു അവസാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ ചിറക് മുഴുവനെ വെട്ടി. അങ്ങനെ ഒരു ഭാഗത്ത് അവിടെ ഉറപ്പിച്ചു. അങ്ങനെ എല്ലാവർക്കും സമാധാനത്തെ കൊടുത്തു. മൈനാകം ഈ സമയത്ത് ചിറക് മുറിക്കാണ്ട് രക്ഷപ്പെടാൻ സമുദ്രത്തിലേക്ക് ഓടി എന്നാണ്, പലായനം ചെയ്തു. അവിടെ അഭയം കൊടുത്തതുകൊണ്ട് മൈനാകത്തിൻ്റെ ചിറക് മുറിക്കാൻ ഇന്ദ്രന് പറ്റിയില്ല എന്നാണ്. സകരൻ വംശത്തിൽപ്പെട്ട രാമൻ്റെ വംശത്തിൽപ്പെട്ടവരാത്രേ അഭയം കൊടുത്തത്. അതുകൊണ്ടാണ് ഹനുമാൻ ചാടുമ്പോൾ രാമകാര്യത്തിന് വേണ്ടി പോണ ഹനുമാൻ മൈനാകം ബഹുമാനിച്ചത്. അപ്പം ഇവിടെ എന്ത് പറയണത്? കൈലാസ ശൈലം പോലെ, അത്രയും വലിയ ഇന്ദ്രൻ ചിറക് മുറിക്കാൻ മറന്ന പർവ്വതത്തെ പോലെ. അന്ന് ചിറക് മുറിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ ചിറകൊട്ടെ വെട്ടാതെ പോയോ എന്ന് തോന്നുമാറ് ഉപമയാണ്. ഇന്ദ്രൻ മുറിക്കാൻ മറന്ന ചിറകുള്ള പർവ്വതം പോലെ, കൈലാസശൈലം പോലെ, ചലിതഗരുതം ബകം. ഇടയ്ക്ക് ഇളകണമുണ്ട്, പക്ഷിയല്ലേ, ഇളകാതിരിക്കാൻ പറ്റില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഇളകണമുണ്ട്. ആ ഒരു പക്ഷി കൊറ്റിയെ കണ്ടെത്തി. ബകം കൊറ്റിയെ കണ്ടെത്തി. ചലിതഗരുതം, ഇടയ്ക്ക് ചിറകൊക്കെ അങ്ങനെ ഇളക്കി. പ്രേക്ഷാമാസുർ ബകം, പ്രേക്ഷാമാസുർ കണ്ടു. എന്തിനെ? ബഗത്തിനെ കണ്ടു. എങ്ങനത്തെ ബകം? വിസ്മൃതം ചിരിതരഗരുച്ഛേദേ, ചിരിതരം പർവ്വതത്തിൻ്റെ ചിറക് മുറിക്കാൻ ഇന്ദ്രൻ പണ്ട് മറന്നുപോയ പോലത്തെ ഒരു കൈലാസശൈല പോലത്തെ ഒരു കൊറ്റിയെ കണ്ടു. കൊറ്റിയുടെ വലിപ്പമാണ് പർവ്വതം. കൊറ്റിയുടെ ചിറക്, പർവ്വതത്തിന് ചിറകുണ്ടാവുമോ എന്നാണെങ്കിൽ പണ്ട് ഇന്ദ്രൻ മുറിക്കാൻ വിട്ടുപോയ ചിറക് പോലത്തെ പർവ്വതം. അതല്ലേ ഇവിടെ അങ്ങനെ അർത്ഥം ചേരുള്ളൂ. ക്വചന ദിവസേ ഭൂയസ്തരേ പരുഷാദപേ തപന തനയാപാത പാദംഗതാഭവതാദയ. തപന തനയാപാത കാളിന്തി നദി. തപനൻ സൂര്യൻ്റെ പുത്രി കാളിന്തി. തപന തനയാ പാത പാദംഗതാഭവതാദയ, കൃഷ്ണനും കൂട്ടരും. ചലിതഗരുതം പ്രേക്ഷാമാസുർഭകം, ചിറകിളക്കിക്കൊണ്ടുള്ളൊരു പക്ഷിയെ കണ്ടു. ബകം കൊറ്റിയെ കണ്ടു. ഏതുപോലെ? പണ്ട് ഇന്ദ്രൻ ചിറക് മുറിക്കാൻ മറന്ന പർവ്വതത്തിനെ പോലെ, കൈലാസ പർവ്വതം പോലെ. കലു വിസ്മൃതം ചിരിതരഗരുച്ഛേദേ കൈലാസശൈലമിവാപരം. സുരഭിലതമാമൂർധന്യൂർധങ്കുത കുസുമാവലി. പുഷ്പവൃഷ്ടിയെ പറ്റിയിട്ടാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. ആ വത്സാസുരനെ വരിച്ചതാണ് ഇതിന് മുമ്പത്തെ. പ്രതിപതതിമകാദേത്യേജാത്യ ദുരാത്മനി തക്ഷണം നിബധനജപക്ഷുണ്ണക്ഷോണീരുക ക്ഷതകാനനെ. ശരീരം പോയിട്ടാണ്ട് വീണപ്പോൾ പുഷ്പവൃഷ്ടി ഉണ്ടായി. ദിവി പരിമള വൃന്ദാരക ദേവന്മാർ. കുസുമോത്കരൈ, കുസുമം പുഷ്പം. ശിരസി ഭവതോ ഘട്ടാത് പശ്യന്തി നാമതദാകരെ. ഒരു ചോക്കിയാണ് ഗോപന്മാർ. കൃഷ്ണ, ഈ പൂവൊക്കെ ഇവിടുന്ന് വന്ന്? സുരപിലതമാമൂർത്തന്നൂർത്തങ്കുത കുസുമാവലി നിബദ്ധതി തവേത്യുക്തോ ബാലേ സഹേളമുദേരയ. ഇവിടുന്ന് ഈ പൂവൊക്കെ ഇപ്പോൾ ഇവിടെ വന്നത്? അത് വര ഇളകിയപ്പം മുകളിൽ നിന്ന് വീണ പൂവാണ് കുട്ടികളെ. നിബദ്ധതി തവേത്യുക്തോ ബാലേ സഹേളമുദേരയ ജഡിതന് ജക്ഷേപണോർത്തങ്കതരുമണ്ഡലാ കുസുമനികരസ്വയം നൂനം സമേതിശനേരിതി.
വൃക്ഷം ഇളകിയപ്പോൾ മുകളിൽ നിന്ന് കുലുങ്ങിയപ്പോൾ വീണ പൂക്കളാണ് കുട്ടികളെ എന്ന് പറഞ്ഞു. കൊച്ചന ദിവസേ ഭൂയോ ഭൂയത്തരേ പരുഷാതപേ, ആ ചൂടുള്ള ഒരു ദിവസം തപന തനയാ പാത, തപനം തനയ കാളിന്തി, പാദം ഗതാഭവതാദയാ ചലിതഗരുതം പ്രേക്ഷമാസുർ കണ്ടു ബകം ഖലു വിസ്മൃതം ചിടിതരകരുച്ഛേദേ കൈലാസശൈലമിവാപരം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.